ശങ്കരാചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കാലടിയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതിൽ ചിലതാണ് ശൃംഗേരി മഠത്തിൻ്റെ ജന്മഭൂമി ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മുതലക്കടവുമൊക്കെ. കാലടി എന്ന പേരിന് പിന്നിലും ശങ്കരാചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ആദ്യകാലത്ത് ശശലം എന്ന പേരിലായിരുന്നു കാലടി അറിയപ്പെട്ടിരുന്നത്, പെരിയാർ പൂർണ്ണാനദി എന്ന പേരിലും. ശ്രീശങ്കരൻ്റെ മാതാവ് നിത്യവും ഇല്ലത്തു നിന്നും ദൂരെ മാറി ഒഴുകിക്കൊണ്ടിരുന്ന പൂർണ്ണാനദിയിൽ കുളിച്ച് ഇല്ലപ്പറമ്പിൽ തന്നെയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുക പതിവായിരുന്നു. ഈ ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഒരു ദിവസം മാതാവ് കുളി കഴിഞ്ഞു വരുന്ന വഴിയിൽ ക്ഷീണം താങ്ങാനാവാതെ കുഴഞ്ഞു വീണു. ഇത് കണ്ട് ദുഃഖിതനായ കുഞ്ഞു ശങ്കരന്റെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ ഭഗവാൻ, ഉണ്ണി, നീ കാലടി വരയുന്നിടത്ത് നദി ഗതിയാവുമെന്ന് അനുഗ്രഹിച്ചു. അപ്രകാരം ശങ്കരൻ തന്റെ കാലടി കൊണ്ട് ഇല്ലപ്പറമ്പിൽ വരയുകയും അന്നു മുതൽ പൂർണ്ണാനദി ഗതി മാറി ഇല്ലപ്പറമ്പിലൂടെ ഒഴുകാൻ ആരംഭിക്കുകയും ചെയ്തു.